നമസ്കാരം, ഞാൻ രേഖ വരമുദ്ര, സ്വദേശി ജാഗരൺ മഞ്ചിന്റെ കേരള സംസ്ഥാന സമിതിയിലെ മഹിളാ പ്രമുഖാണ്. അതോടൊപ്പം ജലാവകാശ മുന്നേറ്റത്തിന്റെ മുഖ്യ വക്താവ് കൂടിയായി പ്രവർത്തിക്കുന്നു. ഭാരതപ്പുഴയെ പൂർണ്ണ പ്രതാപത്തോടെ പുനർജീവിപ്പിക്കാൻ ദശാബ്ദങ്ങളായി ഒരുപാട് പേർ പരിശ്രമിക്കുകയാണ്. എന്നാൽ ഭാരതപ്പുഴയുടെ വീണ്ടെടുപ്പ് ഇനിയും നമുക്ക് അനുഭവമായിട്ടില്ല. സ്വാർത്ഥതയേറിയ മനുഷ്യർ അറിഞ്ഞും അറിയാതെയും പുഴകളെയും ജലാശയങ്ങളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതപ്പുഴയുടെ വീണ്ടെടുപ്പിന് തിരിച്ചറിവുള്ളവർ സംഘം ചേരുകയും കൂടുതൽ ഊർജം സംഭരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത്തരം ഊർജദായകമായ അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് ആദിശങ്കര അദ്വൈത അഖാഡയുടെയും മറ്റ് ധർമ്മ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ 2025 ജനുവരി 11-12 തീയതികളിൽ തിരുവല്ലാമല പാമ്പാടി ഭാരതപ്പുഴക്കടവിൽ കേരള കുംഭമേള സംഘടിപ്പിക്കുന്നത്. എല്ലാവരും അതിൽ പങ്കുചേരണമെന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുന്നു. ഭാരതപ്പുഴയുടെ നാശത്തിനു കാരണം മനുഷ്യരുടെ ഇടപെടലുകളാണ്. പ്രകൃതിയിലെ മറ്റൊരു ജീവിയും ഒരിക്കലും അതിൽ പങ്കാളിയായിട്ടില്ല. മനുഷ്യരുടെ ദുഷ്ടപ്രവൃത്തികൾക്കെതിരെ മനുഷ്യരിൽ നിന്നു തന്നെയാണ് തിരുത്തൽ ശക്തി അഥവാ നന്മയുടെ ശക്തി ഉണരേണ്ടത്. അത്തരം ഉണർവുകൾക്ക് ഊർജം പകരുവാൻ ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന കുംഭമേളയും കാരണമാകുമെന്ന് ഞാൻ കരുതുന്നു. കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും ഈ കുംഭമേളയിൽ പങ്കുചേരണമെന്നത് കാലത്തിൻ്റെ അനിവാര്യതയാണ്. കാരണം പുഴയുടെ ഭാവം മാതൃഭാവമാണ്. മനുഷ്യരെയും സകല ജീവജാലങ്ങളെയും തീറ്റിപ്പോറ്റുന്നത് പുഴയുടെ ഈ മാതൃഭാവമാണ്. മാതൃഭാവം പ്രകൃതിയുടെ ഭാവമാണ്. സർവജീവജാലങ്ങളിലും മാതൃഭാവത്തിൻ്റെ ശക്തി അജയ്യമാണ്. മാതൃശക്തി ഉണർന്നാൽ ഭാരതപ്പുഴയുടെ വീണ്ടെടുപ്പിന് ഒരു മഹാജനകീയ മുന്നേറ്റം സുനിശ്ചിതമാണ്. ഭാരതപ്പുഴയിൽ നടക്കുന്ന കുംഭമേളയിൽ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും പങ്കുചേരണം. കേരള നിയമസഭ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിർമ്മിക്കാൻ കാരണമായ മുരിയാട് കർഷക സമരത്തിൽ 2 ആഴ്ചയിലേറെ മൗന നിരാഹാര തപസ്സനുഷ്ഠിച്ച് വിജയം വരിച്ച കർഷക മുന്നേറ്റത്തിന്റെ മുഖ്യ സംഘാടകനും സ്വദേശി ജാഗരൺ മഞ്ചിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളുമായ ശ്രീ വർഗീസ് തൊടുപറമ്പിൽ കുംഭമേളയുടെ ഭാഗമായി പാമ്പാടി നെഹ്റു കോളേജിലെ ബ്രഹ്മഗുപ്ത ഓഡിറ്റോറിയത്തിൽ ജനുവരി 12 രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തും. റിവൈവൽ ഓഫ് ഭാരതപ്പുഴ ROB എന്ന പേരിൽ ഭാരതപ്പുഴയുടെ വീണ്ടെടുപ്പിനായി ഒരു സമഗ്ര പദ്ധതി ആ സെമിനാറിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദിശങ്കര അദ്വൈത അഖാഡയുടെ സ്ഥാപക അധ്യക്ഷൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, അഖില ഭാരതീയ സന്ത് സമിതി അധ്യക്ഷൻ സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി, വിശ്വകർമ്മ പീഠാധീശ്വർ ദണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി, അഖാഡ കാര്യദർശി മൗനയോഗി ഹരിനാരായണാനന്ദ സരസ്വതി, ശ്രീ AC ചന്താമരാക്ഷൻ, ശ്രീ ഗോപൻ ചങ്ങമനാട്, ശ്രീ അമ്പാടി സതീഷ് ആചാര്യൻ, ശ്രീ സൂര്യനാരായണൻ, ശ്രീ MP അച്യുതൻകുട്ടി തുടങ്ങിയ നിരവധി ശ്രേഷ്ഠ വ്യക്തികൾ നേതൃത്വം നൽകുന്ന കേരള കുംഭമേളയുടെ പ്രവർത്തനങ്ങൾക്ക് അഡ്വക്കേറ്റ് ഡോക്ടർ P കൃഷ്ണദാസ്, സ്വാമി കൈവല്യാനന്ദപുരി മഹാരാജ്, സ്വാമി കൈലാസാനന്ദ സരസ്വതി, സ്വാമി സ്വരൂപാനന്ദ സരസ്വതി തുടങ്ങിയ മഹത് വ്യക്തിത്വങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നു. കേരള കുംഭമേളയുടെ മുഖ്യ സംയോജകനായി പ്രവർത്തിക്കുന്ന സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി സ്വദേശി ജാഗരൺ മഞ്ചിന്റെ സംസ്ഥാന സമിതി അംഗവും പാലക്കാട് ജില്ലാ സംയോജകനും ഭാരതപ്പുഴയുടെ വീണ്ടെടുപ്പിനായി രൂപീകൃതമായ ജലാവകാശ മുന്നേറ്റത്തിന്റെ മുഖ്യ കാര്യദർശിയുമാണ്. 9847293989 അല്ലെങ്കിൽ 9447625402 എന്നീ മൊബൈൽ നമ്പറുകളിൽ സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതിയെ വിളിക്കാവുന്നതാണ്. ഭാരതപ്പുഴക്കടവിൽ ഇതം പ്രഥമമായി നടക്കുന്ന ഈ കേരള കുംഭമേള ചരിത്രത്തിന്റെ പുനർവായനയ്ക്കും ഭാരതപ്പുഴയുടെ വീണ്ടെടുപ്പിനും കാരണമാകുന്ന സത്കർമ്മമായി വിജയിച്ചു തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.